ഒന്ന് എടുത്തോണ്ട് പോടാ എന്ന് തിയേറ്ററിലിരുന്ന് എനിക്ക് പറയാൻ തോന്നി. ആ ഒരു സിനിമയായിരുന്നു പ്ലൂട്ടോ. നീരജ് മാധവ്, അൽതാഫ് സലീം, അജു വർഗീസ്, ആർഷ ബൈജു, പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഇത് എഴുതുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് ഫ്ലോപ്പ് ആവുമെന്ന്, അല്ലെങ്കിൽ ഇത് അഭിനയിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇതൊരു സീനാണോ, ഇത് നമ്മൾ അഭിനയിക്കണമെന്ന്. പോട്ട്, എഡിറ്റ് ചെയ്യുന്ന എഡിറ്റർക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എന്തിട്ടാ എഡിറ്റ് ചെയ്ത് കേട്ടണം, ഇതൊക്കെ ഒരു സീനാന്നുള്ളത്. എല്ലാം പോട്ട്, ഫൈനലൈസ് ചെയ്യുന്ന ഒരു സംവിധായകന് മനസ്സിലാവുന്നില്ലേ ഈ സീൻ എന്തിനെങ്കിലും കേട്ടേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന്. അങ്ങനത്തെ ഒരു പടമായിരുന്നടാ ഈ പ്ലൂട്ടോ. ഇത്രയും അപരാധം പിടിച്ച ഒരു പടം എന്റെ പൊന്നാളിയ. ഇതില് നമ്മൾ ഈ പുരാവസ്തു കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ബുക്ക് ഉണ്ടാവും, പഴയ ബുക്കുകളൊക്കെ. ആ ബുക്കിൽ ഈ സിനിമകളെയും കാട്ടിയും അപ്ഡേറ്റഡ് കോമഡികൾ അവിടെ ഉണ്ടായിരിക്കും. ഇതിലൊരു നായകൻ എന്ന് പറയുന്നത് നീരജ് മാധവാണ്. ഒരു ഓണ്ടർപ്രണറാണ്, ഒരു കൊമ്പൂച്ച മറ്റേ കുടിയണ ആ ഒരു സംഭവമായിട്ട് പോകുന്നതാണ്. അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അസഹനീയമായ കുറച്ച് കോമഡികൾ. അങ്ങനെ ആ കോമഡികളൊക്കെ കണ്ട് സഹിച്ച് പണിപാളി ഇരിക്കുമ്പോഴേക്കാണ് ഏലിയൻ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ഏലിയനായിട്ട് വരുന്നത് അൽതാഫ് സലീമാണ്. ഇത്രയും ഗതികെട്ട കോസ്റ്റ്യൂമുള്ള ഒരു ഏലിയനെ എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. പോട്ട്. അപ്പൊ പിന്നെ എനിക്ക് ആ ഏലിയനും കുറച്ച് തമാശകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഏലിയൻ ആണെങ്കിലും സാധാരണ ഈ ഏലിയൻ പരിപാടികളൊക്കെ വരുമ്പോൾ പിള്ളേരെ ഇൻട്രസ്റ്റ് ചെയ്യിക്കാനും പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇത് ഏലിയൻ അഡൾട്ട് 18+ ഏലിയനാണ്. ഈ ഏലിയൻ എപ്പോഴും കള്ളു കുടിക്കണം, അതും വില കൂടിയ കള്ളുകളും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ള ഒരു ഏലിയനാണ്. അതിൽ അൽതാഫ് സലീമിന്റെ കുറച്ച് കൊണച്ച കോമഡികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരാവശ്യവും ഇല്ലാത്ത. അപ്പൊ എനിക്ക് തോന്നിയത് ഏലിയൻ വരുന്നതിന് മുമ്പ് കുറച്ച് പ്ലൂട്ടോ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അതാണ് ഇതിനേക്കാളും സഹിക്കാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ളതെന്ന് തോന്നി. പിന്നെ ഇതിലേക്ക് വരുന്നത് അജു വർഗീസ്. പുള്ളിക്ക് എന്ത് പറ്റിയെന്ന് പേഴ്സണലി എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഈ ജംബോ മായാവി ഇതിന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ട് പഴയ ഒരു ലെക്കും ഇല്ലാത്ത കോമഡികൾ, ഈ ജോളോ ചിപ്സ് ഒക്കെ കഴിച്ച് എരി വരുന്ന കോമഡിയും പിന്നെ ബാള് തട്ടി മണ്ടയിൽ തട്ടുന്ന കോമഡി, ഇതുപോലത്തെ ലുട്ടിലുടക്ക് കോമഡികളൊക്കെ കൊണ്ട് നിറപ്പിക്കുകയാണ് അജു വർഗീസ് ഇപ്പൊ പടത്തിൽ. നല്ലൊരു കോമഡി സ്റ്റാർ ആയിരുന്നു, എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടെ, തിരിച്ചു വരുമോ ഇല്ലയോ എന്നും ഒരു പിടിയില്ല, ഒരു ഇതും മനസ്സിലാവുന്നില്ല. ആർഷ ബൈജു അടുത്ത് വരുന്നുണ്ട്. ആർഷ ബൈജുവും ഒരുപാട് അങ്ങ് ബെറ്റർ ആയിട്ടൊന്നുമില്ല, ഓക്കേഷ് ആയിരുന്നു, കോസ്റ്റ്യൂം ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ ഇതിൽ വരുന്ന കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ട്. അവര് എന്തിനോ വേണ്ടിയൊക്കെ ഇത് എനിക്ക് പറയാനുള്ളത്, നീരജ് മാധവ് എവിടെയോ അഭിനയിക്കാൻ പോയപ്പോ അല്ലെങ്കിൽ ഏതോ പാട്ട് വീഡിയോ എടുക്കാനൊക്കെ, റാപ്പൊക്കെ ചെയ്യുന്ന ആളല്ലേ, പാട്ട് വീഡിയോ എടുക്കാനൊക്കെ പോയപ്പോ അവിടെ കണ്ട കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയൊക്കെ, അതായത് അവിടെ വെച്ച് പരിചയപ്പെട്ട കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയൊക്കെ വിളിച്ച് ഈ പടത്തിൽ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ പടത്തിൽ വെച്ച് അതും അപരാധിച്ച് കൂട്ടിയിട്ടുണ്ട് ഈ പടത്തിൽ എന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്ലൂട്ടോയിൽ മൊത്തം പറഞ്ഞാല് ഒരാവശ്യവും ഇല്ലാത്ത ഒരു പടം. ഒന്നല്ലെങ്കിൽ ഇവര് മനഃപൂർവ്വം നമുക്ക് ഓഡിയൻസിന് സ്കെച്ച് ഇട്ടാണ് ഇങ്ങനെ നമ്മളൊരു സിനിമ റിലീസ് ചെയ്യാം, ആ സിനിമ എല്ലാവരും കാണട്ടെ, നമ്മളെ കളിയാക്കിയെങ്കിൽ സിനിമയ്ക്ക് എല്ലാവരും വരട്ടെ എന്നുള്ളത്. അല്ലെങ്കിൽ ഇവര് പറ്റിപ്പോയതാണ്, ഇവർക്ക് ഇങ്ങനെ ഇവർ സൂപ്പർ എന്ന് വിചാരിച്ച് ഇത് റിലീസ് ചെയ്ത് വിട്ടതാണ്. ഇത്രയും അസഹനീയ പടം. അത് നീരജ് മാധവൊക്കെ എന്ത് കാണിക്കണം എന്നൊരു പിടിയില്ല. ഇതിന്റെ ഇടയിൽ അജു വർഗീസിന്റെ കുറച്ച് കോമഡികൾ, അൽതാഫ് സലീം ഒന്ന് ഏലിയനിന്റെ പൊന്നോ, എന്തോന്ന് ഏലിയനടാ ഇത് 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 ഇതേത് ഏലിയൻ. മൊത്തത്തിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ടോർച്ചർ. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എപ്പോഴാ ഇത് തീരും ഇത്. കാരണം ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു 2-2.5 എന്തോ സംഭവം ഉള്ളു പടം, എന്നാലും ഭയങ്കര ദൈർഘ്യം തോന്നും. എന്താ ഇത് പടം തീരുന്നില്ല, ട്രെയിൻ പോലെ പോയിക്കൊണ്ടേയിരിക്കണമെന്ന്. ഇറങ്ങി പോയാല് പൈസയും കൊടുത്തു പോയി, വേണ്ട കാണാൻ ഒരു 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 ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു എനിക്ക് ഈ പടം കാണാനായിട്ട്. ഞാൻ ഫസ്റ്റ് ക്ലാസ് അവരാതെ ഇത്രയും അസഹനീയമായ ഒരു ഏലിയനെ ഞാൻ കണ്ടിട്ടുമില്ല. ഏലിയന്റെ കൂട്ടിയിരിക്കുന്ന കുറച്ച് പേരെയും ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇനിയിപ്പം വേറെ ഗ്രഹത്തിൽ കൊണ്ട് റിലീസ് ചെയ്ത് ആ ഗ്രഹത്തിലുള്ളവർ തന്നെ കാണുമോ അതോ തുപ്പിക്കളയുമോ ഓട്ടിച്ചു വിടുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അമ്മാതിരി ഒരു പടമാണ്. ഇതിന്റെ പടത്തിന്റെ പേര് പ്ലൂട്ടോ. പിന്നെ ഏലിയനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പടത്തിന്റെ പേര് പ്ലൂട്ടോ വന്നിട്ടിരിക്കുകയാണ്. പ്ലൂട്ടോ അല്ല, ഇത് ഫ്ലൂട്ടാണ്, പിടിച്ച് ഊതി വരണം. എന്ത് ചെയ്തിരിക്കണമെന്ന് ഒരു പിടിയില്ല, ഒന്നുമില്ല. പിന്നെ അവസാനം കുറച്ച് കളർ എഫക്ട്സ് ഒക്കെ തരുന്നുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ഫൈറ്റ്, അത് കുറച്ച് കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല. ആൻഡ് അവസാനം കുറച്ച് ചെറിയൊരു പരിപാടികളൊക്കെ എന്തോ ഒരു സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ബട്ട് ഒന്നും നടന്നില്ല. ചെറിയൊരു കളറും പരിപാടിയൊക്കെ നന്നായിരുന്നു, ചെറിയൊരു ഫൈറ്റ്, ആ ഒരു അവസാനത്തെ ഒരു ഫൈറ്റ് ഒക്കെ ചെറിയൊരു കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ബട്ട് ടോട്ടലി ഒരു ഏറിലായ ഏലിയൻ, എന്തോന്ന് കാട്ടവരാതോടാ.